ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ സപ്ലൈ എന്താണെന്നും അതേപോലെ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും എക്സ്ക്ലൂഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ സപ്ലൈ എന്നുള്ള ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മെഷറബിൾ ആവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ നോക്കുക, അതിനെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളൊരു ട്രാൻസാക്ഷൻ തന്നിട്ട് അത് സപ്ലൈ ആണോ ഇല്ലയോ എന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ വായിക്കാം. CMA Hisham, a practicing cost accountant, carries out the activity of accounting, auditing, filing returns, certifying documents, and so on, so forth. These activities can be considered as performed in the course of business. Goods sent for a demonstration on a returnable basis. It is supply. എനിക്കിപ്പോൾ പറയുന്നുണ്ട്, എന്താ ഗുഡ്സ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു സപ്ലൈ ആയിട്ട് കരുതപ്പെടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? നമ്മൾ ഡെമോൺസ്ട്രേഷന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കൺസ്യൂം ചെയ്യുന്നില്ല, അത് അവർക്ക് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ആ സംഗതി തിരിച്ച് റിട്ടേൺ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ കൺസംഷൻ വരുന്നില്ല, ഡെലിവറി വരുന്നില്ല. സോ അത് ഒരിക്കലും ഒരു സപ്ലൈ ആയിട്ട് കരുതപ്പെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സഹല സോൾഡ് ലാപ്ടോപ്പ് വർത്ത് ₹1 lakh ആൻഡ് ഇഷ്യൂഡ് ഇൻവോയ്സ് ഇൻ ഫേവർ ഓഫ് മിസ്റ്റർ ജിഷാം. നൗ ഓണർഷിപ്പ് ഇൻ ലാപ്ടോപ്പ് ട്രാൻസ്ഫേർഡ് ടു മിസ്റ്റർ ജിഷാം. സച്ച് എ ട്രാൻസാക്ഷൻ ഷാൽ ബി കവേർഡ് ഇൻ സെയിൽ. ഇറ്റ് ഈസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ലെവിയബിൾ ടു GST. അപ്പോൾ അതിൽ ഒരു പെർഫെക്റ്റ് സപ്ലൈ ആണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പ് കൊടുത്തു, അതിൻ്റെ ഓണർഷിപ്പ് ജിഷാമിന് കൊടുത്തു. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെൽക്കംഡ് ടു ഓർ ലെവിയബിൾ ടു GST എന്ന് പറയാൻ പറ്റും. ഇതാണ് ഒരു എക്സാമ്പിൾ. ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അത് സപ്ലൈ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എക്സാമിന് ചോദിക്കാനും സാധ്യത ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈം ഓഫ് സപ്ലൈ ആണ്. ടൈം ഓഫ് സപ്ലൈ മീൻസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ചാർജിങ് ഈവൻറ്റ് ഹാസ് ഒക്കേർഡ്. എന്നാണോ നമ്മൾ സപ്ലൈ ഒക്കർ ചെയ്യുന്നത് ആ ഡേറ്റാണ് ടൈം ഓഫ് സപ്ലൈ. ബേസ്ഡ് ഓൺ ടൈം ഓഫ് സപ്ലൈ വി വിൽ ഓൾസോ ഡിറ്റർമിൻ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് GST. ആ സപ്ലൈ നടക്കുന്ന ഡേറ്റ് വെച്ചുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് GST പേയ്മെൻറ്റ് നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാന്നുള്ളത് തീരുമാനിക്കാം. ഇൻ സിമ്പിൾ ടേംസ്, time of supply determines when the liability to pay tax would arise. ഇപ്പോൾ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാം, ടൈം ഓഫ് സപ്ലൈ ആണ് ഒരു ടാക്സ് ബേർഡൻ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ടൈം കൂട്ടും കുറയ്ക്കും ചെയ്യുന്നത്. There are separate provision for time of supply for goods and time of supply for services. അപ്പോൾ രണ്ടിനും ഗുഡ്സിനും സർവീസസിനും വേറെ വേറെ ടൈം ഓഫ് സപ്ലൈ ആണ് പറയുന്നത്. ഇനി ഗുഡ്സിന് എന്താ അത് പറയുന്നത് നോക്കാം. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അത് സെക്ഷൻ 12 സബ്സെക്ഷൻ 12(2) ഓഫ് CGST ആക്ട് 2017 പറയുന്നത്. ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ ലയബിലിറ്റി ടു പേ ടാക്സ് ഓൺ ഗുഡ്സ് വുഡ് arise in the following manner: the date of issue of the invoice or the last day by which invoice should have been issued or the date of recipient of payment, whichever is earlier എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് ഗുഡ്സിനും സർവീസസിനും വേറെ വേറെ ടൈമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ്സിൻ്റെ കേസസിൽ ടൈമർ പറയുന്നുണ്ട് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. എന്നാണോ സപ്ലൈ നടന്നതിൻ്റെ ഇൻവോയ്സിൽ ഡേറ്റ് ഇടുന്നത് ആ ഇൻവോയ്സ് ഡേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഗുഡ്സിൻ്റെ GST ടൈം നിശ്ചയിക്കാം, GST പേയ്മെൻറ്റ് ടൈം നിശ്ചയിക്കാം. അതല്ലെങ്കിൽ ദ ലാസ്റ്റ് ഡേ ബൈ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്, അല്ലെങ്കിൽ എന്നാണോ ലാസ്റ്റ് ഡേറ്റായിട്ട് എഴുതപ്പെടേണ്ടത് ആ ഡേറ്റിന് മുതലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ GSTയുടെ ടൈം ഓഫ് പേയ്മെൻറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതല്ലെങ്കിൽ ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ പിന്നെ എന്താണ്, എന്നാണോ പേയ്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്തത് ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഡേറ്റ് മുതലായിരിക്കണം ആ ടൈം ഓഫ് സപ്ലൈ സെറ്റ് ചെയ്യേണ്ടതും. അതിനനുസരിച്ചിട്ട് വേണം ലാസ്റ്റ് ഡേറ്റ് ഓഫ് GST പേയ്മെൻറ്റ് എന്നാന്നുള്ളത് നിശ്ചയിക്കാനും.
ഓക്കെ. ഇനി എന്താണ് ഈ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്? അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ദ എബോവ് സിറ്റുവേഷൻ റെഫേഴ്സ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ entity supplier of goods that receives the payment or the date on which the payment is credited to entity's bank account whichever is earlier. ഇവിടെ പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാണോ നമ്മൾ പേയ്മെൻറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവോയ്സിൽ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിലോ റെക്കോർഡ്സിലോ എഴുതി വെക്കുന്നത് ആ ഡേറ്റ്, അല്ലെങ്കിൽ എന്നാണോ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ആ ഡേറ്റ്. ഓക്കെ. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഒരു ഗുഡ്സിൻ്റെ സപ്ലൈയിൽ ഇൻവോയ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്ത് കഴിയുമല്ലോ. ആ ഇൻവോയ്സിന് എന്തെങ്കിലും ടൈം ലിമിറ്റ് ഉണ്ടോ? ആസ് പെർ സെക്ഷൻ 31 subsection 1 the invoice needs to be issued either before or at the time of removal where supply involves movement of goods or delivery of goods or making goods available to recipient. പറയുന്നുണ്ട് ദ ഇൻവോയ്സ് നീഡ് ടു ബി ഇഷ്യൂഡ് എയ്തർ ബിഫോർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, ഡെലിവറി ഓഫ് ഗുഡ്സ്, മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ ടു. എപ്പോഴാണോ നമ്മൾ ഈ പറഞ്ഞ ഗുഡ്സ് നമ്മുടെ റെസിപ്പിയൻറ്റിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്, അയാളുടെ കൈകളിൽ എത്തിക്കുന്നത്, ആ ടൈമാണ് ഈ പറഞ്ഞ ഇൻവോയ്സ് ടൈമായിട്ട് കാണേണ്ടതും കരുതപ്പെടേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ദ ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവൻസ് ഓഫ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് റെസിപ്പിയൻ പീരിയോഡിക്കൽ പേയ്മെൻറ്റ്. പിന്നെ ഇപ്പോൾ ഒരു വർഷത്തിനോ 5 വർഷത്തിനോ കണ്ടിന്യൂസ് ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണോ റെഗുലറായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്, ഐ മീൻ ഡെലിവറി നടത്തുന്നത്, ആ ടൈമർ തന്നെ കീപ്പപ്പ് ചെയ്ത് പോകണം. പിന്നെ ഇൻ കേസ് ഓഫ് ഗുഡ്സ് സെൻറ്റ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ ഓർ റിട്ടേൺ invoice should be issued before or at the time of supply or 6 months from the date of removal whichever is earlier. പിന്നെ പറയുന്നത് മൂന്നാമത്തെ സിറ്റുവേഷൻ, ഇൻ കേസ് ഓഫ് ഗുഡ്സ് സെൻറ്റ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ ഓർ റിട്ടേൺ ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ചെവർ ഈസ് ഏർലിയർ. എപ്പോഴാണോ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് സെൻഡ് ചെയ്യാം എന്നുള്ള കോൺട്രാക്റ്റിൽ എത്തിച്ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിന് അപ്രൂവൽ ആവുന്നതിന് മുൻപ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ആ ടൈമർ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ആ ടൈമർ തന്നെയായിരിക്കും നമ്മൾ ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് കരുതപ്പെടുക എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 15th May 2019 ആണ്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് 10th July 2019 ആണ്. ദെൻ ഡേറ്റ് ഓഫ് സപ്ലയർ റെക്കോർഡഡ് റെസിപ്റ്റ്സ് ഇൻ ബുക്സ് 11th July 2019 ആണ്. അപ്പോൾ 3 ഡേറ്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ഇൻവോയ്സ് ഡേറ്റ്, പിന്നെ പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, പിന്നെ സപ്ലയർ റെക്കോർഡ് ചെയ്ത ഡേറ്റ്. 3 ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ 3ലെയും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കരുതപ്പെടുന്നത് ഏത് മുതലാണ് എന്നുള്ളതാണ്. അതായത് 15th May ആണോ, 10th July 2019 ആണോ, 11th July 2019 ആണോ, ഏതായിരിക്കും വരുന്നത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തന്നെയായിരിക്കും അതിൻ്റെ ഇഷ്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കരുതേണ്ടത്. അതായത് സപ്ലൈ വിൽ ബി ഓൺ 15th May 2019. ഓക്കെ. അപ്പോൾ പേയ്മെൻ്റ് അല്ല, റെക്കോർഡ് ചെയ്യുന്നതല്ല, ഇതൊക്കെ എടുക്കാമെങ്കിലും ഇതിൽ 3എണ്ണത്തിൽ ഏതാ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തന്നെയാണ്. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മിസ്റ്റർ ഫഹദ് സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ അജ്നാസ് വർത്ത് ₹5 lakh. ദ ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഓൺ 15th November. The payment was received on 30th November. The goods were supplied on 20th November. Find the time of supply of goods. Okay. Previous year turnover of Mr. Fahad was 172 lakhs. അപ്പോൾ പറയുന്നുണ്ട് 5 ലക്ഷത്തിന് ഗുഡ്സ് സോൾഡ് ചെയ്തു. അതിൽ 3 ഡേറ്റാണ് പറയുന്നത്. ഇൻവോയ്സ് ഡേറ്റ് 15th November, പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഡേറ്റ് 30th November, ഗുഡ്സ് സപ്ലൈ ചെയ്തത് 20th November ആണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ടൈം ഏതാണെന്നാണ് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ ഫഹദിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, ടേൺ ഓവർ എന്ന് പറയുന്നത് 172 lakhs ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ഏറ്റവും നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു 3 ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നടക്കുന്ന ഏതാണോ അത് തന്നെ വിച്ചെവർ ഈസ് ഏർലിയർ എന്നാണ് പറയുന്നത്. ഏറ്റവും ഏർലിയസ്റ്റ് നടക്കുന്നത് ഏതാണോ അതായിരിക്കും ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം 3 എണ്ണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോളം വരച്ചിട്ട് പെർട്ടിക്കുലേഴ്സ് ഡേറ്റ് പറഞ്ഞിട്ട് എഴുതിയിട്ട് ആ 3 ഡേറ്റ് എഴുതുക. ആ പർട്ടിക്കുലേഴ്സിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും
ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡും ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റും 3 എഴുതി വയ്ക്കാം. ഒന്ന് 15th നവംബർ, ഒന്ന് 20th നവംബർ, ഒന്ന് 30th നവംബർ. അപ്പോൾ എന്താണ്, ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ഇതിലത്തെ ഏറ്റവും ഏർലിയസ്റ്റ് ഡേറ്റ് ഏതാണ്, 15th നവംബർ. സോ പേയ്മെൻറ്റ് നടത്തിയത് ഡേറ്റ് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തന്നെയാണ് ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു ഹോംവർക്ക് തരാം, നിങ്ങൾ അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്യുക, അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. എക്സാമ്പിൾ ഇതാണ്, ഒരു ഇല്ലസ്ട്രേഷൻ. മിസ്റ്റർ എ ബി ഓയിൽ കോർപ്പറേഷൻ എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് മിസ്റ്റർ ബി ടു സപ്ലൈ ഓഫ് ഓയിൽ ത്രൂ ഔട്ട് ദ ഇയർ. മിസ്സിസ് എ ബി ഓയിൽ കോർപ്പറേഷൻ ഇഷ്യൂസ് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓയിൽ സപ്ലൈ ടു ബി. അപ്പോൾ എ ബി ലിമിറ്റഡും ബിയും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷനാണ് പറയുന്നത്. ഡിറ്റർമിൻ ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് കേസസ്. 2 കേസസ് പറയുന്നുണ്ട്, രണ്ടിൻ്റെയും ഡേറ്റ് ഓഫ് സപ്ലൈ ഏതാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നുണ്ട്, മിസ്റ്റർ ബി മെയ്ഡ് പേയ്മെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ ഓൺ 31st July 2017 and AB Oil Corporation issued statement for the month of July on 8th August 2017. ഫസ്റ്റ് കേസ് ഇതാണ്. സെക്കൻഡ് കേസിൽ പേയ്മെൻറ്റ് പറയുന്നത്, AB Oil Corporation issued statement for the month of August on 5th September 2017, the payment of which not received till 30th September 2017. ഈ 2 സിറ്റുവേഷനിലും എന്നാണ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് സപ്ലൈ എന്നാണ് എന്നുള്ളത്, ടൈം ഓഫ് സപ്ലൈ എന്നാന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ.